നെസീസ് ആർക്കൈവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ കോഴിക്കോട് സ്പെഷ്യലായിട്ടുള്ള ഒറിജിനൽ ലഗോൺ ചിക്കൻ ദം ബിരിയാണിയാണ്. അപ്പോൾ ഇത് ഇവിടെ 1 കിലോൻ്റെ അളവിലാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അളവുകളോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു ബിരിയാണി ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോകരുതേ. ഈ ഒരു ലഗോണ് 1 കിലോ ഇറച്ചി നമുക്ക് കിട്ടണമെങ്കിൽ ഒരു 1.5 കിലോൻ്റെ അടുത്ത് ഈ കോഴി വാങ്ങണം കേട്ടോ. എന്നാലേ ഉള്ളൂ നമുക്ക് 1 കിലോ അളവിലുള്ള ഈ ഒരു ഇറച്ചി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാ ഞാനിവിടെ 1.5 കിലോനാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സാധാരണ ബ്രോയിലർ ചിക്കൻ്റെ പോലെ അല്ല കേട്ടോ ഇത്. അപ്പോൾ അത് കുറച്ചധികം തൂക്കത്തിൽ തന്നെ വാങ്ങേണ്ടി വരും. അപ്പോൾ ഇത് ഞാൻ പിന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ അതിൽ ഈ കോഴിൻ്റെ മുട്ടയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ ഒന്ന് മാറ്റണം. പിന്നെ ഇതിൻ്റെ ലിവറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ബിരിയാണി തന്നെ ഇടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് മുന്നത്തെ ബിരിയാണീൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ ഈ ചിക്കന് ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലും കൂടി ഞാൻ അത് പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ ഇനി ബിരിയാണി ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെക്കാനുണ്ട്. ഈ ചിക്കന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളമൊക്കെ വാർന്ന് വന്നതിന് ശേഷം പിന്നെ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിലുള്ള തൈരാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ലഗോൺ ബിരിയാണി വെക്കുന്ന സമയത്ത് ഈ ലഗോൺ വേവ് കുറച്ച് പ്രശ്നമാണല്ലോ. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടൂല. അതുകൊണ്ടാണ് നമ്മൾ ഈ പച്ചയിൽ തന്നെ ദം ചെയ്തിട്ട് വെക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് നേരം തൈരൊക്കെ ഒഴിച്ച് റെഡിയാക്കി സെറ്റാക്കി വെക്കുന്നത്. പിന്നെ അടുത്ത് മസാലക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. പിന്നെ ഈ 3 വെല്ലുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3 വെല്ലുള്ളി 2 വലുതും 1 ഇടത്തരം വലിപ്പമുള്ളതും പിന്നെ 2 തക്കാളി പിന്നെ 4 ഉണ്ട പച്ചമുളക്, നല്ല എരിവുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരു 10-20 ചുവന്നുള്ളി, ചെറുതായതുകൊണ്ടാണ് 10-20 ആയത്. കുറച്ച് വലുപ്പമാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ എണ്ണം കുറച്ചുകൊണ്ട്. പിന്നെ അതേപോലെയുള്ള ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി ഒരു 1.5 ഉണ്ട വെളുത്തുള്ളിയാണ്. അപ്പോൾ ഇഞ്ചിനേക്കാൾ കൂടുതൽ വെളുത്തുള്ളിയാണ് കേട്ടോ വേണ്ടത്. പിന്നെ അതേപോലെ തന്നെ കുറച്ചധികം മല്ലിയില, പിന്നെ കുറച്ച് പുതിന, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല. പുതിന കുറവും മല്ലിയില കൂടുതലാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഇതൊക്കെ അരിഞ്ഞിട്ടും പിന്നെ ചതച്ചിട്ടും ഒക്കെ റെഡിയാക്കി എടുത്തിട്ട് വരാം. എന്നിട്ടാണ് ബാക്കിയുള്ള പരിപാടികൾ എടുക്കുന്നത്. സാധാരണ കോഴിക്കോട് ദം ബിരിയാണിയിൽ നമ്മൾ ഈ ചുവന്നുള്ളി ചേർക്കാറില്ല കേട്ടോ. പക്ഷേ ചുവന്നുള്ളി ചതച്ച് ചേർക്കുമ്പോൾ ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ചേർക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ, അത് ഒരു നമ്മൾ ബിരിയാണി വെക്കാനുള്ള ഒരു കട്ടിയുള്ള ചെമ്പിലേക്ക് അടി കട്ടി വേണം കേട്ടോ. അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വെല്ലുള്ളി, തക്കാളി, പിന്നെ ആ ചുവന്നുള്ളി ചതച്ചത്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, അതൊന്ന് കുറച്ച് ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ളതൊക്കെ അതിലിടുക. അത് നമുക്ക് ബാക്കി മാറ്റി വെച്ചത് നമുക്ക് നെയ്ച്ചോറിലേക്കാണ്. ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്തിട്ട് കുരുവൊക്കെ കളഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മല്ലിയില, പുതിന, കറിവേപ്പിൻ്റെ ഇല അതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത്. 3 ടീസ്പൂണ് നിറച്ചിട്ടുള്ള മല്ലിപ്പൊടിയാണ്. ഞാനിവിടെ വറുത്ത മല്ലിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സാധാരണ ഈ ബിരിയാണിയിലേക്ക് പച്ച മല്ലിപ്പൊടിയാണ് എടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് അത് ചേർക്കുന്നത്. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് ചതച്ച ഫൈൻ പൊടിയല്ല, എന്നാലും കുറച്ച് പൊടിയായത്. പിന്നെ 1 ടീസ്പൂണ് കുറച്ചും കൂടി ഞാനൊരു 1/2 ടീസ്പൂണും കൂടി ഈ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1.5 ടീസ്പൂൺ അളവിലുള്ള നമ്മളെ വലിയ ജീരകം പൊടിച്ചതും കൂടിയാണ്. അതൊക്കെ ഫ്രഷായിട്ട് ഞാൻ പൊടിച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് നിറയെ നമ്മുടെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേറെ ബിരിയാണി മസാല അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ ഒരു ഗരം മസാല തന്നെ ചേർക്കുന്നത്. പിന്നെ കുറച്ച് തൈരും കൂടി ചേർക്കുന്നുണ്ട്. നല്ല അത്യാവശ്യം പുളിയുള്ള തൈരാണ് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ ചിക്കനിലേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും ഇതിലേക്ക് കുറച്ച് ചേർക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ ഉള്ളി, തക്കാളി അതിലേക്കൊക്കെ ചേരാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചിക്കനിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. എന്നതിന് ശേഷം ഇനിയാണ് ഇതിലൊരു പ്രധാന ഒരു കാര്യം കിടക്കുന്നത്. കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കണം കേട്ടോ, ഈ ചിക്കനും തക്കാളിയും ഉള്ളിയും ഒക്കെ. അപ്പോൾ വേണമെങ്കിൽ ആദ്യം തന്നെ തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം കൈ വെച്ച് ഞെരടിയതിന് ശേഷം ചിക്കൻ ചേർത്തിട്ട് കുഴച്ചെടുത്താലും മതി. അപ്പോൾ ഈ ലഗോൺ ആയതുകൊണ്ട് അതിൻ്റെ എല്ലൊക്കെ നമ്മുടെ കയ്യിൽ തട്ടാൻ നല്ല സാധ്യത ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്.
ഒരു അരമണിക്കൂറിൻ്റെ അടുത്തെങ്കിലൊക്കെ അത് കുഴച്ചെടുക്കണം കേട്ടോ. അതിലാണ് ആ ഒരു ചിക്കന് പദം വരണ്ട്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് വരുമല്ലോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇതിലേക്ക് പാകത്തിനുള്ള ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇക്കാക്കാണ് കേട്ടോ കൂടുതലും ഇതിൽ എനിക്ക് കുഴച്ച് തന്നത്. ഞാനിതിലേക്ക് മൊത്തത്തിൽ ഒരു 250 ഗ്രാം അളവിലുള്ള ഓയിൽ ചേർക്കുന്നുണ്ട്. മൊത്തത്തിൽ കേട്ടോ, ഈ പൊരിക്കലും പിന്നെ ഇതിലെ ഒഴിക്കലും എല്ലാം കൂടി. പിന്നെ അത് അവിടെ മൂടി വെച്ചിട്ടുണ്ട്. എന്നതിന് ശേഷം നമ്മുടെ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഈ ഉള്ളി ഫ്രൈ ചെയ്യുന്ന ഈ ഒരു പാത്രം ഉണ്ടല്ലോ, അത് നല്ല അടിപൊളി പാത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ ഐറ്റംസിനും ഈ ഗ്യാസുമ്മലും അടുപ്പത്തും ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല പാത്രമാണ്, പൊരിക്കാനും കടായിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് നടക്കും. അണ്ടി മുന്തിരിയും ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത് ഈ ബിരിയാണീൻ്റെ ഒരു പ്രധാന ഘടകമാണ് കേട്ടോ അരി. അതിപ്പോൾ ഞാനിതാ ഈ ജോക്കർ കോല എന്ന് പറഞ്ഞിട്ടുള്ള ജീരകശാല റൈസാണ് കേട്ടോ എടുക്കുന്നത്. കോലയാണ് എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് സമയം ദമ്മിൽ കിടക്കേണ്ടതുകൊണ്ടാണ് ഞാൻ നമ്മുടെ കൈമ റൈസ് എടുക്കാതെ. എനിക്ക് ഏറ്റവും ഇഷ്ടം ബിരിയാണിയിൽ കൈമ റൈസാണ്. പക്ഷേ ഇത് ഒരുപാട് സമയം നമ്മൾ ദമ്മിൽ അവിടെ കിടക്കണം. അതുകൊണ്ട് ആ കൈമ റൈസ് ഇട്ട വെന്തലിഞ്ഞും അത് അലിഞ്ഞു പോവും. അതുകൊണ്ടാണ് ഈ ഒരു കോല എടുത്തത്. അത് നല്ലോണം ഒന്ന് കഴുകി ഞാൻ കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് ഒരു 10 മിനിറ്റ് കേട്ടോ വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നെയ്ച്ചോറ് റെഡിയാക്കാനായിട്ട് എടുക്കുകയാണ്. അതിനായിട്ട് ഞാൻ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത ഓയിലാണ് കേട്ടോ എടുക്കുന്നത്. അതെടുത്തതിന് ശേഷം 2 ഏലക്കായ, 2 ഗ്രാമ്പു, ചെറിയൊരു പീസ് പട്ട എന്നിവ കൂടിയാണ് എടുക്കുന്നത്. പിന്നെ ഒരു ചെറിയ വെല്ലുള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി എടുത്തിട്ട് ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് ഫ്രൈ ചെയ്തിട്ട്, ഫ്രൈ ചെയ്യാച്ചാൽ ഒരുപാട് അങ്ങനെ ആയി വരുന്നു വേണം കേട്ടോ, ഫ്രൈ ആവണ്ട. പിന്നെ ഒന്ന് വാടി വന്നാൽ മതി. അതിലേക്ക് പിന്നെ ഞാനിതാ ഒരു 2 ടേബിൾ സ്പൂൺ അളവിലുള്ള RKG കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ഈ ഒരു പാത്രം ഉണ്ടല്ലോ, അതിന് ഒരു പാത്രം അരിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് 2 പാത്രം കറക്റ്റ് വെള്ളം തന്നെയാണ് കേട്ടോ വെക്കുന്നത്. ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം. പിന്നെ ഒരു ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചതച്ചത് മാറ്റി വെച്ചിട്ടില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇതൊക്കെ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഇതൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ റൈസിന് വരുന്നത്. പിന്നെ നമ്മൾ 10 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുള്ള അരി നല്ലോണം ഒന്ന് ഊറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ലോണം വെള്ളം വാരണം കേട്ടോ, ഒരുപാട് വെള്ളമായി പോകണ്ട. എന്നാലും ഈ കോലക്ക് കൈമനക്കാടും ഒരു കുറച്ച് വേവ് കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് ചെയ്യണം കേട്ടോ. വെള്ളം നിങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ തിളപ്പിച്ച വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പക്ഷേ എനിക്കിവിടെ വെള്ളം വേണ്ടി വന്നിട്ടില്ല കേട്ടോ. പിന്നെ നല്ലോണം സാധാരണ നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന പോലെ തന്നെ വേവിച്ചെടുക്കുന്നുണ്ട്. നെയ്ച്ചോറൊക്കെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ദമ്മ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ അതൊന്നും വേവിക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ മസാലയൊക്കെ നന്നായിട്ട് കൈ വെച്ച് അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് നല്ലോണം വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് അളവിലുള്ള വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി സാധാരണ നമ്മൾ ദമ്മ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ചോറിടുക, പിന്നെ അതേപോലെ ഗരം മസാല ഇടുക, അങ്ങനെ ചെയ്യല്ലോ, അതേപോലെയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ലഗോൺ കോഴി വെക്കുമ്പോൾ ഒരു സംശയം ഉണ്ടാവും വെന്ത് വരുമോയെന്ന്. അപ്പോൾ വേവുന്നതിൻ്റെ ഒക്കെ ആ അടുപ്പിൻ്റെ തീയിൻ്റെ ഒക്കെ കണക്കിനാണ് കേട്ടോ വേവ്. പിന്നെ നിങ്ങൾക്ക് ഭയങ്കര സംശയമാണ് ഫസ്റ്റായിട്ടാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ലഗോണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുക്കറിൽ ഒരു 6-7 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്തിട്ട് നിങ്ങൾ ഈ മസാല കൂട്ടി ചിക്കൻ വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ അടുത്ത ഒരു ഓപ്ഷന് നിങ്ങൾ ഇങ്ങനെയും ചെയ്താൽ മതി. പിന്നെ ഞാൻ ഗരം മസാലപ്പൊടിയും പിന്നെ RKG ഒക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ റോസ് എസൻസ് ഞാൻ കുറച്ച് പച്ചവെള്ളത്തിൽ ഒരു 1/4 ഗ്ലാസ് പച്ചവെള്ളത്തിൽ ഒരു 3-4 ഡ്രോപ്പ് ഈ ഇതില്ലേ റോസ് എസൻസ് ആണ് ചേർത്തത്. അത് ആ വെള്ളമാണ് കുടഞ്ഞു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, അണ്ടി, മുന്തിരി, പിന്നെ കുറച്ചധികം മല്ലിയിലയും കൂടി ചെറുതാക്കി അരിഞ്ഞത് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളത് അതേപോലെ തന്നെ അടുത്ത ലെയറും കൂടി നേരത്തെ ഇട്ട മാതിരി ഗരം മസാലപ്പൊടി, RKG, പിന്നെ നമ്മൾ ഈ ഉള്ളീൻ്റെ ഒക്കെ ഫ്രൈ ഉണ്ടല്ലോ അത്, പിന്നെ അതേപോലെ തന്നെ ഈ പിന്നെ റോസ് എസൻസിൻ്റെ ആ ഒരു വെള്ളം അത് ഈ ഉള്ളിയൊക്കെ ഇടുന്നതിന് മുന്നേ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ദം ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ കുറച്ച് മൈദ കുറച്ച് ലൂസായിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഇത് താവി പുറത്തേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ട് എന്തായാലും ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ഒഴിവാക്കരുത് കേട്ടോ, നമ്മളെ മൈദ വെച്ച് ഇതാക്കുന്നത്. പിന്നെ കുറച്ച് ഓയിൽ ഞാൻ ഇതിൻ്റെ മേലെ തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 50 ഗ്രാം RKG ആണ് കേട്ടോ ഞാൻ ഇതുവരെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മതിയാവും. ഒരുപാട് നെയ്യൊക്കെ കൂടിയാൽ പിന്നെ എന്താ പറയുക, ബിരിയാണിക്ക് ഓവർ നെയ്യായിരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരുപാട് ചേർത്തിട്ടില്ല കേട്ടോ.
പിന്നെ അതാ മൈദ വെച്ചിട്ട് എല്ലാ ഭാഗവും കവർ ചെയ്തിട്ട് ആ ഒരു മൂടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന മൈദൊക്കെ നമ്മൾ കൈ കൊണ്ട് തന്നെ എടുത്ത് ഒഴിവാക്കുക. അത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ. ഇനിയാണ് അടുത്തൊരു പ്രോസസ്സും കൂടി വരുന്നത്. ഇതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മൾ മസാലയും ചിക്കനും ഒന്നും വേവിച്ചിട്ടില്ല. അപ്പോൾ ഈ അടുപ്പിൽ നമ്മൾ നന്നായിട്ട് ചിരട്ടിട്ടിട്ട് ഒരു 10 മിനിറ്റ് നല്ലോണം കത്തിക്കണം കേട്ടോ, നല്ല തീയിൽ. അപ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ചെമ്പ് എടുക്കുമ്പോൾ നല്ല അടി കട്ടിയുള്ള ചെമ്പ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കുക കരിയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് 10 മിനിറ്റ് നല്ലോണം കത്തിച്ചിട്ട് അങ്ങനെ ഓഫാക്കിയിടുക. ഓഫാക്കില്ല, തീ കെടുത്തിയിട്ട് ആ കണലെല്ലാം കൂടി കോരിയിട്ട് നമ്മൾ ഈ മൂടിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. വേറൊരു അബദ്ധം എനിക്ക് പറ്റിപ്പോയി. ഈ മൂടിൻ്റെ മേലെ നമ്മൾ ആദ്യം തന്നെ ഓയിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കേണ്ടിന്. പക്ഷേ എനിക്ക് ആ ഓർമ്മയില്ലാതെ തന്നെ ഇത് ഇട്ടുപോയി. അതുകൊണ്ട് ഈ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഓയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ കരി പിടിക്കൂല. പിന്നെ ഈ ദമ്മ് ചെയ്തിട്ട് വെക്കുന്ന ആ ഒരു കാര്യം പ്രധാനമാണ്. ഒരു 2.5 മണിക്കൂറെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ വെക്കണം കേട്ടോ. ഈ ദമ്മ് പൊട്ടിക്കാതെ വെക്കണം. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ ഈ ഒരു ഫുഡ് റെഡിയാക്കി സെറ്റ് വെക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തിരക്കും ബഹളമൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ ദമ്മ് പൊട്ടിച്ച് കോരേണ്ട ആവശ്യം വരുമല്ലോ. അപ്പോൾ അതിലും ഉണ്ട് കേട്ടോ കുറേ സമയം. അങ്ങനെ 2-2.5 മണിക്കൂറെങ്കിലും അവിടെ അങ്ങനെ കിടക്കണം. എന്നതിന് ശേഷം നമുക്കിത് തുറക്കാൻ പാടുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടി. ഇതാ കുറച്ച് വെള്ളം അതിലുണ്ട്, ഇനി ഒന്നും കൂടി ഒന്ന് വറ്റി വരേണ്ടതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തീ വലിച്ചല്ലോ, പക്ഷേ ആ കണൽ കുറച്ച് അവിടെ ഇടേണ്ടീന്. അങ്ങനെ ആകുമ്പോൾ ആ ഒരു വെള്ളം അതിലേക്ക് നല്ലോണം വറ്റും. പക്ഷേ ആ ഒരു വെള്ളമാണ് നമ്മൾ ഈ ഒരു ബിരിയാണീൻ്റെ റൈസിന് ടേസ്റ്റ് കൂടുതൽ കൊടുക്കുന്നത്, അതും കൂടി ഇതിലേക്ക് ചേരുമ്പോൾ. ഇനി ഇതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് എന്തായാലും ഒന്ന് ചോദിക്കാവുന്നതാണ്. പല ടൈപ്പ് ബിരിയാണി ഞാൻ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ബിരിയാണീൻ്റെ റെസിപ്പി എടുത്തിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണേ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ധൈര്യമായിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എന്ത് അഭിപ്രായമാണെങ്കിലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറന്നു പോകരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.